മാസപ്പടി വിവാദത്തിൽ CMRL കമ്പനിക്ക് പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മറ്റ് എതിർകക്ഷികളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കുന്നതിൽ വ്യാഴാഴ്ച വാദം കേൾക്കും. കോർപ്പറേറ്റ് അഴിമതി അന്വേഷിക്കുന്ന സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മകൾക്കും നേരത്തെ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ഈ മാസപ്പടി വിവാദത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ CMRL കമ്പനിക്കെതിരെ നോട്ടീസ് അയക്കാൻ തന്നെയാണ് നിർദ്ദേശം. രജനി, മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് രണ്ടാം തവണയാണ് ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തുന്നത്. ഇത്തവണ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ്. കോർപ്പറേറ്റ് അഴിമതി അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ഏറ്റെടുക്കണമെന്ന് ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ CMRL കമ്പനിക്ക് പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് അയക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ ഹർജിയിലെ എതിർകക്ഷി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, ഒപ്പം തന്നെ CMRL കമ്പനി, കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം, ഈ അന്വേഷണ ഏജൻസി, ഇവരാണ് നിലവിൽ എതിർകക്ഷികളായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കുന്നതിൽ വ്യാഴാഴ്ചയായിരിക്കും വാദം കേൾക്കുക. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. പ്രധാനമായിട്ടും ഈ ഹർജിക്കാരൻ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാക്കളും കമ്പനിയും ചേർന്ന് ഈ മാസപ്പടി കേസിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്. കേരള തീരത്തെ അനധികൃത മൈനിങ്ങിനായിട്ടും മറ്റും വൻ തുക കോഴയായിട്ടാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഇതിൽ വലിയ രീതിയിലുള്ള നഷ്ടം പൊതുഖജനാവിന് ഉണ്ടായിട്ടുണ്ടെന്നും ഹർജിയിൽ ഷോൺ ജോർജ് ആരോപിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇക്കാര്യത്തിൽ ഒരു പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. മകൾ വീണ വിജയൻ മാസപ്പടി വാങ്ങിയതിൽ അടക്കം മുഖ്യമന്ത്രിയുടെ സ്വാധീനമുണ്ട് എന്നുള്ള ആരോപണവും ഹർജിക്കാരൻ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ ഈ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസ്തുത അന്വേഷണ ഏജൻസിക്ക് കത്ത് നൽകിയെങ്കിലും മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല. തുടർന്നാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് SFIക്ക് ഒരു നിർദ്ദേശം, അതായത് ഈ കേസ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു നിർദ്ദേശം കോടതി നൽകണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ CMRL കമ്പനിക്ക് ഹൈക്കോടതി പ്രത്യേക ദൂതൻ മുഖേന നോട്ടീസ് അയക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വ്യാഴാഴ്ച ഈ ഹർജിയിൽ ഹൈക്കോടതി വിശദമായിട്ട് തന്നെ വാദം കേൾക്കും. രജനി, ശരി. മാസപ്പടി വിവാദത്തിൽ CMRL കമ്പനിക്ക് കോടതി പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഒപ്പം ഈ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കുന്നതിൽ വ്യാഴാഴ്ച കോടതി വാദം കേൾക്കുമെന്നും അറിയുന്നു. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.